ഇന്ന് മടി പിടിച്ചൊരു സൺഡേ ആയിരുന്നു. സൺഡേ നമ്മൾ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കാറാണല്ലേ പതിവ്. ഇന്ന് ഞാൻ മടി പിടിച്ചതുകൊണ്ട് തന്നെ ഒരു തട്ടിക്കൂട്ട് ചിക്കൻ റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടി തന്നെ ഫ്രിഡ്ജിലുണ്ടായിരുന്ന മല്ലിയില ഞാൻ എടുത്തിട്ടുണ്ട്, മുഴുവനായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. കുറച്ചധികം മല്ലിയില വേണം. അതുപോലെ തന്നെ കുറച്ചധികം കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3-4 പച്ചമുളക്, എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ കല്ലുപ്പും ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോഴത്തേക്ക് ഞാൻ ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും ഗരം മസാലയും ചേർത്തിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ലീഫൊക്കെ അരച്ചെടുത്തതിന് ശേഷം കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്തിട്ട് വീണ്ടും ഞാനത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും ചെറിയൊരു പാനിൽ ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് സ്പൈസസും പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഒരു സവാളയും ചേർത്തിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു പാത്രത്തിലാണ് ഞാനിന്ന് അരി അളന്നെടുക്കുന്നത്, ജീരകശാല റൈസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പാത്രത്തിൽ ഞാൻ അളന്നിട്ടാണ് ചിക്കൻ്റെ സ്റ്റോക്കും അതുപോലെ തന്നെ അരച്ചെടുത്ത അരപ്പൊക്കെ ചേർത്ത് കൊടുത്തത്. പിന്നെ ആവശ്യത്തിന് കുറച്ചും കൂടി എക്സ്ട്രാ വെള്ളവും കൂടി ചേർത്തിട്ടാണ് ഈ ഒരു റൈസ് ഞാൻ വേവിച്ചെടുത്തിട്ട് ഒരു ഉണക്ക നാരങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ റൈസ് ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. കാണാൻ ആ ഒരു പച്ച കളറില്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട്. തക്കാളി ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കാത്തത് കൊണ്ട് തന്നെ മേലെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഫ്ലേവർ ഒന്ന് ഇറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു തുറമാങ്ങ കൂട്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഈ ഒരു റൈസ് കഴിക്കാൻ പോകുന്നത്. ഈസി റെസിപ്പിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇങ്ങനെയുള്ള മടി പിടിച്ച ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസാണ് കേട്ടോ. ഞാനിതൊരു ഗ്രീൻ കളറായിരുന്നു പ്രതീക്ഷിച്ചത്, പക്ഷേ അത്രക്കൊന്നും വന്നില്ല. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. താങ്ക് യു.